കിളി കിളി എന്ത് വേണം? സോറി, ഞാൻ കാരണമല്ലേ നീ. ഓ, അപ്പൊ നിനക്ക് അറിയാല്ലേ നീ കാരണമാണെന്ന്. വേദന ഉണ്ടോ? ഉണ്ടെങ്കിൽ മാറ്റി തരുമോ? സോറി. ശരി, ഇത് പറയാനായിരിക്കും വന്നേ. അല്ല, നിനക്കേ സുഖാണോ? ആ കൊള്ളാം. അല്ല, നീ എന്തല്ലേ പൊക്കോ ഇവിടെ? ആ, എനിക്ക് സുഖാണോന്ന് അന്വേഷിക്കാൻ വന്ന. സുഖമാണോ? എടാ, ICU കിടന്ന ഒരാള് പിന്നെ സുഖമാണെങ്കിൽ ICUല് വന്ന് കിടക്കുവോടാ മണ്ടം തിരുമാടി. ഞാൻ ചോദിക്കില്ല. ചോദിച്ചത് അല്ല അതന്നേരം എഴുതി അയ്യോ കുറച്ച് വേദന വേണം. വേണ്ട, ഒരേ ഒരു അനിയനായി പോയില്ലേ വീട്ടിലേര്. കേട്ടാ, ഒരേ ഒരു അനിയനായി പോയില്ലേ? സ്നേഹം ഒഴുകി വരണമെന്ന് അങ്ങനെ കരച്ചില്ലായിരുന്നു കേട്ടാ. നീ അറിഞ്ഞ എല്ലാ മൂലയിലും പോയി കരഞ്ഞു ലൈറ്റായിട്ട്. ശരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ എന്തായി? എന്ത് കാര്യം? എടാ, ഞാൻ പറഞ്ഞ മറ്റേ കാര്യം ചായ കുടിച്ചോണ്ടൊന്നും പറഞ്ഞില്ലടാ. ഓ, ആ കാര്യം അതേ സെറ്റാക്കാം. സെറ്റ് പോട്ടെ. അക്കുവോ പിടിച്ചു? ചുമ്മാരിയല്ലേ, മാറിക്കോട്ട്. അത് പറഞ്ഞോട്ടെ. അമ്മേ, അതെ എന്ത് കാര്യ? ചുമ്മാ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ അത് പരിപ്പോടെ കാര്യം. പരിപ്പൂരേ, നീ കൈ ഒന്ന് തരുമോ? കൈ വേനെടുക്കുന്നു. അതെ, നിങ്ങളല്ലേ ചായ കുടിക്കാൻ പോയെ? പരിപ്പൂടെ നിങ്ങൾക്കൊക്കെ വാങ്ങിക്കാൻ പാടില്ലായിരുന്നു? വാങ്ങിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടുത്തെ ക്യാൻറ്റീനിലില്ല. അപ്പൊ 10 പരിപ്പോടെ വാങ്ങിച്ചാ വീട്ടിൽ നിന്നല്ലേ വരുമ്പോ കൊടുക്കാമല്ലോ. വീട്ടിൽ നിന്നുള്ള ഒരു പരിപ്പോടെ കഴിക്കാനല്ലേ വരുന്നത്. ഞാൻ ഇപ്പൊ എന്തിനാ തടവി തന്നെ? നിനക്ക് എന്നെ കാണുമ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോടി. നീ തടവിത്താ ചൊറിഞ്ഞതാ? സത്യമായിട്ടും എനിക്ക് കൈ വേദന എടുക്കുന്നു. നിങ്ങൾ എന്നെ കൊണ്ട് ചൊറിയിപ്പിക്കലും ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ അല്ലേ പറ്റുള്ളൂ. കുറച്ച് കഴിയുമ്പത്തേക്ക് എന്തായാലും കൊച്ചെന്ന് കഴിയുമ്പോ തടവലും ഇല്ല, ചൊറിയലും ഇല്ല. തടവങ്ങോട്ട്. എന്റെ പൊന്നന്വേഷിച്ച നിന്റെ തിരുവാവുണ്ട ഗ്രൂപ്പിനകത്ത് ഒന്നുകൂടെ മെസ്സേജ് ഇട്. എടാ, A- ബ്ലഡ് വേണം, അത്യാവശ്യമാണ്. അതുകൊണ്ടല്ലേ നിന്നെ വിളിച്ച് പറഞ്ഞത്. നീ ഒന്നുകൂടി ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്. എന്റെ ഇവിടെ ഹോസ്പിറ്റലിൽ കിട്ടാഞ്ഞിട്ടില്ലേ ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞത്. ഒന്ന് ചെയ്യടേ, എന്തെങ്കിലും ഒന്ന് ചെയ്. സീത, നീ എന്താ അവിടെ? എന്റെ അച്ഛനെ ഇവിടെ അഡ്മിറ്റാ. ചേട്ടൻ എന്താ ഇവിടെ? എടി, എന്റെ പെങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിലാ. സിസേറിയൻ വേണ്ടിയിരുന്നു പറഞ്ഞു. ഓ, അതാണ് ബ്ലഡിന്റെ കാര്യം പറയുന്നത്. A- ബ്ലഡ് വേണം. എനിക്കറിയാവുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ വിചാരിച്ചാൽ ചിലപ്പോ ബ്ലഡ് ശരിയാക്കാൻ പറ്റുമായിരിക്കും. എന്നാ പിന്നെ ചേട്ടൻ നിനക്ക് വിളിച്ച് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാലോ. നിന്റെ നമ്പർ എന്ന് പറഞ്ഞേ? 9497298349. എന്താ ഏതാടാ കൊച്ചി? എന്റെ കൂട്ടുകാരന്റെ പെങ്ങള്. നിന്റെ ഏത് കൂട്ടുകാരൻ? ശരത്തിന്റെ. ഏത് ശരത്ത്? എന്നോട് പഠിച്ചേ. നിന്റെ പഠിച്ചത് എവിടെ? 10ാം ക്ലാസ്സിൽ പഠിച്ചു. നിങ്ങൾ ഇത് ചോദിക്കാനാണോ ഇങ്ങോട്ട് വന്നേ? പിങ്കിയുടെ റൂം എവിടെയാടാ? അത് എവനോട് ചോദിക്കണേ, ആശയ്ക്ക് അറിയാലോ. എവിടെയാ ചേ? അറിഞ്ഞൂടെ? എവിടെയായിരുന്നു? അയ്യോ, ചേട്ടത്തി പോയപ്പോഴേ ആ റൂം മാറ്റി, പുതിയ റൂമിലോട്ട് മാറ്റി. അതാണ് പുതിയ റൂമിലേക്ക് മാറ്റുന്നത്. ആ റൂം കുളത്തിലെ അഴുക്ക് റൂമായിരുന്നു. പുതിയ റൂമിലോട്ട് മാറ്റി. നമ്പർ എത്ര? നമ്പർ 3ാമത്തെ ഫ്ലോർ, 362. അങ്ങോട്ട് പോവാം. നീ വരുന്നില്ലേ? ഞാൻ ഹലോ എടാ, A- എന്റെ പൊന്നരണേശ A- ബ്ലഡാ. എന്തോന്ന് ശിവേട്ട ഇങ്ങനെ അമ്മക്ക് കഴിക്കാവുന്ന വേണ്ടേ? എനിക്ക് ഒരു കട്ടൻ കിട്ടിയ കൊള്ളാനൊന്ന്. കട്ടൻ ചായ അത് കുടിക്കാമോ? എനിക്കറിഞ്ഞൂടാ, പക്ഷെ എനിക്കത് വേണം. അളിയാ, എത്ര സമയം അളിയാ പോയിട്ട്? കാര്യം എവിടെ താമസം? എന്ത്? ഞാൻ ക്യാഷ് കൗണ്ടർ വരെ പോയത്. ഒരു പെങ്കുച്ചുമായിട്ട് വഴക്കൊക്കെ ആയി. ക്യാഷ് കൗണ്ടറിലുള്ള പങ്കുവച്ചോട്ടോ? ക്യാഷ് കൗണ്ടറില്ല, അത് പിന്നെ പറയാം. പിങ്കി എങ്ങനെയുണ്ട് മോളെ?
കുഴപ്പമൊന്നുമില്ല അമ്മേ. കുഴപ്പമൊന്നുമില്ല. എടീ, നീ വല്ല കഴിച്ചായിരുന്നോടി? ഛേ, ഇവിടെ കിടന്ന് ബേളം വെക്കല്ലേ. അറിയാം. അവക്ക് കൂടുതൽ ടെൻഷൻ ഒന്നും കൊടുക്കല്ലേ ചുമ്മാ. ഓ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ടെൻഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നീ ടെക്സ്റ്റ് അടിപ്പിക്കായിരുന്നു മതി. ഞാൻ പോണു. നീ എവിടെ പോണു? ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കാണ്ട്. അല്ലെങ്കിൽ ഞാൻ കൂടെ വരാം. ഇവക്ക് കട്ട ചായ വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഞാൻ പറഞ്ഞേ ഞാൻ വാങ്ങിച്ചോണ്ട് ഇല്ല ഞാൻ വരാം. അവൾക്കൊരു ക്ഷീണമല്ലേ? അതുകൊള്ളാം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ക്ഷീണം കാണൂലേ? എന്നാലും നിന്റെ പെങ്ങളല്ലേ ഇവിടെ കിടക്കണ? എന്താ എന്താ സിസ്റ്റർ? സാർ ഇല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓ ഞാൻ 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 സാറിനെ വിളിക്കാം. ഇതിന് വലിയ ഇതില്ല. ശരി, ഞാൻ വിളിക്കാം സാർ. സാറ് വരണമെങ്കിൽ ഞാൻ പറയാം. ശരി. ഇല്ല ഫാർമസി വരെ ഒന്ന് പോകണം. കുറച്ച് ഇരുന്നിട്ട് പോകുന്നു. നല്ല ദേശീയൊക്കെ ഉണ്ട്, തണുപ്പൊക്കെ. ആരായിരുന്നു വിളിച്ചത്? മൃഗപാലൻ ഡോക്ടർ വിളിച്ചേ. പൈങ്കിളിയുടെ വിവരമൊക്കെ ചോദിച്ചിട്ടുണ്ടേ. അപ്പൊ ഐസിന്ന് റൂമിലോട്ട് മാറ്റിയല്ല. ഓ അതായിരുന്നു. നിന്നെ കുറെ നേരം കണ്ടിട്ട്. ഞാനിതാ എന്റെ കൂട്ടുകാരൻ്റെ അച്ഛനെ ഇതിനകത്ത് കിടപ്പുണ്ട്. എന്താ അസുഖം? അറ്റാക്ക്. ഭയങ്കര വലിയ കുടിയാണ്. സത്യം പറയാൻ ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്തെല്ലാം അസുഖങ്ങളാണ് ഏട്ടാ. ജലദോഷം, പനി, നെഞ്ചുവേദന, മദ്യപാനം, ഈ പുകവലി ഭയങ്കര കേടാണ് ശരീരത്തിന്. അളിയാ കംപ്ലീറ്റ് പ്രശ്നമായ അളിയാ. പക്ഷെ എന്തൊന്നും പറയാനെന്ന് പറ. പൈങ്കിളിക്കല്ല നേരത്തെ കണ്ടില്ലേ മറ്റേ അവര് അളിയാ, മറ്റേ ഒരു അമ്മച്ചി നമ്മളടുത്ത് വന്ന് സംസാരിച്ചോണ്ടിരുന്നില്ലേ? അവരെ കണ്ടായിരുന്നല്ലോ ഞാൻ. അവരവിടെ പോയി കുടുംബക്കാരത്ത് മൊത്തം വിളിച്ച് പറഞ്ഞു പൈങ്കിളിക്ക് അത് കുഴപ്പമാണ്, ഇത് കുഴപ്പമാണ്, ICU മറ്റേതാണ്, ബ്ലഡ് കൊടുക്കണം, എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞു അവര്. കാര്യം ഞാൻ പലതും പിടിച്ചു. എന്തെന്താ പറയാണ്ട് എന്റെ ചെറുക്കാൻ നിങ്ങൾ എന്ത് പറയാനാ? ആരെടുത്ത് പറയാൻ? ഇവിടെ ഇവരെ ശരിയാവൂല അവര്. അല്ല ഇവിടെ അത് കാഷ്വാലിറ്റിയാണ്. അത്യാവശ്യം ഇവിടെ അങ്ങോട്ടല്ലേ? എന്നാലും ആശ ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നിനക്ക് ഞങ്ങളൊന്നും അറിയിക്കാൻ തോന്നിയില്ലല്ലോ. ഫോൺ വിളിച്ച എടുക്കത്തൂല്ല, എന്നാ പറയത്തൂല്ല കാര്യങ്ങളൊന്നും. എന്ത് വൈതാശേ ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എടാ ഇവിടെ ICUലായിരുന്ന കാര്യം നീ എന്താ ഞങ്ങളോട് പറയാഞ്ഞേ? ഇവക്ക് ബ്ലഡ് വേണമെന്നുള്ള കാര്യം നീ എന്താ ഞങ്ങളെ മറച്ചു വെച്ചത്? അല്ല അച്ഛ, അതൊരു സർജറി ആകുമ്പോ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി എല്ലാവരോടും പറയുന്ന അത്ര ഉള്ളൂ. ഇതൊക്കെ ഞങ്ങളോട് നേരത്തെ കാലത്തും പറയണ്ടേ ആശേ? എവിടെ പോണു? ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞിട്ട് വേണം ഞങ്ങളിത് അറിയാൻ. പിന്നെ എന്താണ് ചേച്ചിയുടെ പ്രശ്നം? എന്താണ്? എന്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അകത്ത് പോയി പറഞ്ഞെന്തിനാണ്? നമ്മളെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയണം കേട്ടാ. നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരടുത്ത് പോയി പറയണം. ഇവിടെ ഒന്നാണ് പറയണത്. എന്താ പ്രശ്നം? അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർത്തോളാം വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ. ഇതേ എന്റെ അമ്മമ്മേനെ ഞാൻ ഇടപെടും. അപ്പൊ രണ്ടുപേരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. ഇയാൾ കാര്യം എന്താന്ന് പറ. കാര്യം ഞാൻ അമ്മമ്മടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ റൂമിൻ്റെ അകത്ത് പൂട്ടിയിടണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി നടത്തല്ല വേണ്ടത്. അനാവശ്യം പറയാൻ നിൽക്കരുത്. അനാവശ്യം പറയലെന്ന്. അനാവശ്യം പറഞ്ഞാൽ ഞാനല്ല, നിങ്ങളുടെ അമ്മമ്മയാണ് അനാവശ്യം പറഞ്ഞത്. എന്റെ അമ്മമ്മ എന്താ അനാവശ്യം പറഞ്ഞത്? ഇത് തലറങ്ങി വീണ് സംസാരിച്ചോണ്ട് എന്റെ അമ്മമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. ഞാനൊന്നും ചെയ്തില്ലല്ലോ. സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴേ പെട്ടെന്ന് തല